നീ അറിഞ്ഞോ ഓൻ പോയടോ. ആര്? നിന്റെ കൂട്ടുകാരൻ ബഷീർ. ഓൻ എവിടെ പോയി? ഓൻ മരിച്ചുപോയടോ. പഠിച്ചോനെ, ഓനെ കഴിഞ്ഞ ആഴ്ച നമ്മള് കണ്ടതാണല്ലോ. ഓൻ ബഹറിൽ പോണതിന്റെ തലേ ദിവസവും കൊറേ കളിയും തമാശയൊക്കെ പറഞ്ഞിട്ടാ പോയത്. അപ്പോ കോനങ്ങ് പോയി. എന്നാലും നമ്മളോടൊരു വാക്ക് പോലും പറയാണ്ട് ഓൻ പോയില്ലേ? മരിക്കാൻ പോകുന്നല്ല, ടാറ്റാ ബായ് ബായ് എന്ന് പറഞ്ഞല്ലേ പോവാ. അല്ല, എപ്പോഴാ നീ ഓനെ അവസാനമായിട്ടൊന്ന് കാണാൻ പറ്റുക? ഇന്നലെ രാത്രിയിലാ മരിച്ചത്. ബോഡി ഇന്ന് പുരയിലെത്തും. ഓന്റെ ചിരിക്കാത്ത മുഖം നമ്മൾ എങ്ങനെയാണ് കാണുക? എനിക്കും വേണ്ടിട്ട് ഇപ്പം ചിരിച്ച് കടത്താൻ പറ്റോടോ മരിച്ചുപോയരാ. കുട്ടിക്കാലം തൊട്ട് 10-20 വയസ്സ് വരെ നമ്മൾ ഒരുമിച്ച് കളിച്ചു നടന്നതാ. നിന്റെ കല്യാണത്തിന്റെ തലേന്നാ ഓൻ ബഹ്റിനിലേക്ക് വിമാനം കയറിയത്. നാട്ടിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ കൂടും. നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓന്റെ മരണോ. ഇന്നലെ കണ്ടോൽ ഇന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയാ. വിശ്വസിച്ചേ പറ്റൂ. മൂസേനെ ഞാനിപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. നാളെ കാണാൻ പറ്റൂന്നെന്താ ഉറപ്പ്? അല്ല, ഞമ്മള് എന്താ മൂസ ഒരിക്കലും മയ്യത്താവൂല. അതിപ്പോ നാളെയോ മറ്റന്നാളോ ആയിക്കൂടെന്നുണ്ടോ? നിങ്ങൾ എന്ത് ഭർത്താനാണ് അമ്പുചേട്ട് സാർ ഇപ്പൊ അറിയണത്? എന്റെ മൂസ മരിച്ച് പരലോകത്തെത്തിയോല് പ്രിയപ്പെട്ടവരെ വേഗം വിളിച്ചോണ്ടിരിക്കും. മൂസ മൂസ എന്ന് ചെലപ്പം വിളിച്ചാലോ ബഷീർ? അപ്പൊ എനിക്ക് പോകാണ്ടിരിക്കാൻ പറ്റുമോ? പാത്തുവോ, പാത്തുവോ, ഇത്തിരി വെള്ളം കിടക്ക്. പാത്തുവോ, പാത്തുവോ. ഒന്നുമില്ല, ഒരു ചങ്ങായി മരിച്ച വിവരം പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു പരവേശം. ഒറ്റ ബിഗല. അല്ല, മരിക്കാൻ അതും മതിയെ. ഒരു കൊയഞ്ഞു ബിഗലി കാലതാ. മനുഷ്യനെ പേടിപ്പിക്കല്ലേ? പാത്തുവോ, ഇത്തിരി വെള്ളം എടുക്ക്. വേഗം വെള്ളം കൊടുക്കല്ലേ. അവസാനം തൊണ്ടാൻ കഴിച്ചിട്ട് വെള്ളം കൊടുത്തില്ല എന്നുള്ള വിഷമം എനിക്കുണ്ടാവും. ഹലോ, നമുക്ക് വല്ലാത്തൊരു തലകറക്കും. നമ്മളിപ്പോ മയ്യത്താവേ. ഹലോ, ഇന്റെ പ്രായത്തിലുള്ള കാലം ഇപ്പം പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരാ? കാലിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാ? ഇത്ര കൃത്യമായിട്ട് പറയായി. ഞാൻ ചുറ്റും കാണുന്ന ഒരു കാഴ്ച പറഞ്ഞതാ. എനിക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരേ പ്രായല്ലേ? എന്നെ വിളിച്ചിട്ട് എന്നെ വിളിക്കും. ഇനി മീൻ വിൽക്കാനൊന്നും പോണ്ടോ? അതാണ് ഇനി ഇവിടെ ഇരുന്നു. അല്ലെങ്കിൽ മീൻ വിറ്റോണ്ടിരിക്കുന്നതിനിടയിൽ മൂസ കൊയഞ്ഞുകൂടി മരിച്ചു നാളെ പത്രത്തിൽ വരും. അല്ല അമ്പുചേഷൻ സാറേ, നിങ്ങൾ എന്തിനപ്പം ഇങ്ങോട്ട് വന്നേ? മരണ വാർത്ത പറയാ. അല്ലാണ്ട് നമ്മളെ ജീവൻ എടുക്കാനൊന്നും അല്ലല്ലോ. അതിപ്പോ എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. അത് കാലന്റെ പണി. മരണ വാർത്ത പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്കേ നിങ്ങൾക്ക് പോയിക്കൂടെ? ഞാൻ പോവാ. കാര്യം പറഞ്ഞ മനസ്സിലാവട്ടെ. ആയിട്ടപ്പാ വെള്ളം കുടിക്കി. എവിടെ ഇരിക്കും? ചിട്ടിന്റെ പാസ്ബുക്കാ. 10,000 രൂപ നമ്മൾ 1.5 കൊല്ലായിട്ട് അടയ്ക്കുന്നുണ്ട്. നിങ്ങൾ എന്നല്ലേ അടിക്കണേ? ഇതിപ്പോ എന്തിനാ എന്നോട് പറഞ്ഞിട്ട് കാര്യോ? അല്ല പാത്തു, എനിക്കത് അറിഞ്ഞിരിക്കണോ? നമ്മളൊരു 8 ദിവസം കൊണ്ട് ഫീസായി പോയില്ലേ. എനിക്ക് ആ ചിട്ടി പൈസ ഒരു ആശ്വാസവും. അടക്കേ. ഇത് LICന്റെ നമ്മള് പൈസ അടിച്ചതിന്റെ റെസീറ്റാ. ആ ബാലേട്ടനെ കെട്ടിയോള് ചേർത്താൻ നമ്മളെ. കൃത്യമായിട്ട് അടയ്ക്കാൻ പൈസ ഇല്ലാത്തോണ്ട് അടവുകൾ കുറച്ച് മുടങ്ങിക്കണം. എന്നാലും നമ്മള് മുടങ്ങിയ കൈ അടച്ച് നമ്മള് മയ്യത്തായില്ലേ, എനിക്ക് വലിയൊരു തുക കിട്ടും. മൂസക്കയ്യേ, നിങ്ങളിതോ കാട്ട് എടുത്ത് വെക്കുണ്ടോ? നമ്മ ഭ്രാന്ത് പിടിക്കണ്ടി. അല്ല പിന്നെ ബാങ്കില് വലിയ പൈസ ഒന്നുമില്ല, എന്നാലും ഒരു 3000 രൂപ ഇതിന്റെ അകത്തുണ്ട്. നമ്മള് മയ്യത്തായിട്ട് പിറ്റേന്ന് ഈ ആരെ മുന്നിലും കൈ നീട്ടണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മളിതൊക്കെ കാണിച്ചത്. അയ് നിങ്ങൾ മരിക്കാൻ പോയിടുന്ന ആരപ്പോ പറഞ്ഞേ? ഇന്നലെ മയ്യത്തായി ബഷീറിനോട് ആരെങ്കിലും പറഞ്ഞിനോ ഓനെ പടച്ചോൻ തിരിച്ചു വിളിക്കുന്നു? ഇല്ലല്ലോ. നേരവും കാലമാകുമ്പോ എല്ലാരും അങ്ങോട്ട് പോകും. എനിക്ക് നിങ്ങളെ വർത്താൻ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഞമ്മക്ക് ഇഷ്ടപ്പെടാത്ത നമ്മളെ ജീവിതത്തിൽ പലതും സംഭവിക്കും പാത്തു. അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മരണം. എപ്പോഴാ വരുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഒരു 100 വയസ്സ് വരെ ജീവിക്കൂ, അയക്ക് എന്തായാലും ഉറപ്പാ. ആ ഉറപ്പ് ഞമ്മക്കില്ലടി. ഒരു ചെങ്ങായി മരിച്ചെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആദ്യ പിടിച്ചാലോ? ഓനുമില്ലേ കെട്ടിയോളും കുട്ടിയോളും. ഓനില്ലാത്തൊരു ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് ഓളെ പരിശീലിപ്പിക്കാൻ പോലും ഓന് പറ്റിയില്ല. അല്ല, അതിന് സമയം കൊടുത്തില്ല. അതുപോലെ അവരുടെ എന്റെ ജന്മം. അതുകൊണ്ടാണ് എല്ലാം നമ്മൾ എന്നോട് പറഞ്ഞത്. എന്ത് വർത്താനാണ് നിങ്ങൾ പറയണേ? ഇത് ATM കാർഡ്.
ഇതിന്റെ പാസ്വേഡ് 3041. നല്ലോണം ഓർമ്മിച്ച് വെച്ചോ. അല്ല, അക്കൗണ്ടിൽ ആയിരങ്ങൾ ഉണ്ടായിട്ടല്ല, തൽക്കാലം പെരയിലേക്കുള്ള ചെലവിലുള്ളതൊക്കെ അതിന്റെ അകത്തുണ്ടാവും. നിങ്ങളൊന്ന് നിർത്തുണ്ടോ ഇത്? ഹൈ, നമ്മളെ തല വണ്ണ വെക്കണേ. അടുപ്പുള്ളവര് പോയാലേ ഒരു ചെങ്ങായിമാരെ ഒപ്പരം വിളിക്കുന്ന കേക്കണേ. ഓൻ എപ്പോഴാ വിളിക്കാന്ന് പറയാൻ പറ്റൂല. സ്നേഹമുള്ളവന്റെ അവസ്ഥയില് മൂസക്കായി ഓനെക്കാള് സ്നേഹമുള്ള ഞങ്ങള് 3 ആള് ഇവിടെ ഇല്ലേ? ഓൻ വിളിച്ചാൽ നമ്മൾ ഇവിടെ പിടിച്ചു വെക്കും. എന്തേ ഒക്കെ മുകളിലിരിക്കുന്നതിന് വിധി പോലെ നടക്കൂ. ആ നടക്കട്ടെ. ഇതാ പിടിച്ചോളി. കവറിലേട്ടേക്ക്